മാത്സ് അക്കാദമിയുടെ ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് കണ്ടീഷണൽ സെൻറ്റൻസസ് എന്നാണ്. എന്താണ് കണ്ടീഷണൽ സെൻറ്റൻസസ്? കണ്ടീഷണൽ സെൻറ്റൻസസ് നമുക്ക് 9th-ലും 10th-ലും കൃത്യമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. അത് നമുക്ക് വാട്ട് ഈസ് കണ്ടീഷണൽ സെൻറ്റൻസ് എന്നോ മറ്റോ പറഞ്ഞിട്ടല്ല തരുന്നത്, മറിച്ച് കോൺവെർസേഷൻ ഫില്ലിങ്ങിൽ നമുക്ക് വരാറുണ്ട് ഈഫ് ക്ലോസുകൾ. അതുതന്നെയാണ് നമ്മുടെ കണ്ടീഷണൽ സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഇനി കണ്ടീഷണൽ സെൻറ്റൻസുകളെ കുറിച്ച് അല്പം അറിയാം. കണ്ടീഷണൽ സെൻറ്റൻസസ് ആർ സെൻറ്റൻസസ് ദാറ്റ് എക്സ്പ്രസ് വൺ തിങ് കണ്ടീജൻറ്റ് ഓൺ സംതിങ് എൽസ്. കണ്ടീഷണൽ സെൻറ്റൻസുകൾ മറ്റൊന്നിനെ എന്ത് ചെയ്യുന്നു, മറ്റൊരു സെൻറ്റൻസിന് കണ്ടീജൻറ്റ് ആണ് എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് നോക്കൂ, നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് മറ്റു സെൻറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്ന വേർഡ്സ് നമുക്ക് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഇഫ് ഇറ്റ് റെയിൻസ് ദ പിക്നിക് വിൽ ബി ക്യാൻസൽഡ്. ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്താൽ. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ്. അപ്പം മഴ പെയ്ത് കഴിഞ്ഞെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ദ പിക്നിക് വിൽ ബി ക്യാൻസൽഡ്. പിക്നിക് നമ്മൾ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യും, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യപ്പെടും. പിക്നിക് ക്യാൻസൽ ചെയ്യപ്പെടും എന്നിവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഒരു കാര്യം സംഭവിച്ചാൽ ഇന്ന കാര്യം സംഭവിക്കും എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടീഷണൽ സെൻറ്റൻസുകൾ യൂസ് ചെയ്യുന്നത്. വൺ മോർ എക്സാമ്പിൾ ഈസ് ദ ഇഫ് ഹി ഈസ് റെഡി ഐ വിൽ ഡു ഇറ്റ്. ഇഫ് ഹി ഈസ് റെഡി ഐ വിൽ ഡു ഇറ്റ്. ഓക്കെ, ദെൻ there are three types of conditional clauses. There are three types of conditional clauses. 3 തരത്തിലുള്ള കണ്ടീഷണൽ ക്ലോസുകളുണ്ട്. 3 ടൈപ്പ് കണ്ടീഷണൽ ക്ലോസുകളാണ് നമുക്കുള്ളത്. ആൻഡ് ദ കണ്ടീഷണൽ ക്ലോസ് ഹാസ് 2 പാർട്സ്. കണ്ടീഷണൽ ക്ലോസിന് 2 ഭാഗവുമാണ് ഉള്ളത്. 2 ഭാഗം. ഇപ്പോൾ നമ്മൾ ആ എക്സാമ്പിൾ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ഈഫ് ക്ലോസ് ആൻഡ് മെയിൻ ക്ലോസ്. ഒന്ന് ഈഫ് ക്ലോസിൻ്റെ ഭാഗം, അതായത് ഈഫ് അടങ്ങിയിട്ടുള്ള ഭാഗം ഈഫ് ക്ലോസ്. ദെൻ ദ അതർ തിങ് മെയിൻ ക്ലോസ്. ഈഫ് ക്ലോസ് ആയിട്ടും മെയിൻ ക്ലോസ് ആയിട്ടും 2 ഭാഗമാണ് കണ്ടീഷണൽ സെൻറ്റൻസിനുള്ളത്. കണ്ടീഷണൽ സെൻറ്റൻസിൻ്റെ 2 ഭാഗമാണ്. ഒന്ന് ഈഫ് ക്ലോസിൻ്റെ ഭാഗം, രണ്ടാമത്തത് മെയിൻ ക്ലോസിൻ്റെ ഭാഗം. ഇനി നേരത്തെ പറഞ്ഞ പോലെ 3 തരത്തിലുള്ള കണ്ടീഷണൽ ക്ലോസുകളുണ്ട്. ഏതൊക്കെയാണ് ആ 3 തരത്തിലുള്ള കണ്ടീഷണൽ ക്ലോസുകൾ? ദ ഫസ്റ്റ് വൺ ഈസ് പ്രോബബിൾ കണ്ടീഷൻ. പ്രോബബിൾ കണ്ടീഷൻ. ദ സെക്കൻഡ് വൺ ഈസ് ഇംപ്രോബബിൾ കണ്ടീഷൻ. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഇംപോസിബിൾ കണ്ടീഷൻ. പ്രോബബിൾ കണ്ടീഷൻ ആയിട്ടും ഇംപ്രോബബിൾ കണ്ടീഷനായിട്ടും ഇംപോസിബിൾ കണ്ടീഷനായിട്ടും നമുക്ക് 3 കണ്ടീഷണൽ ക്ലോസുകളാണ്, കണ്ടീഷണൽ സെൻറ്റൻസുകളാണ് ഉള്ളത്. നമുക്ക് ഓരോന്നിനെ കുറിച്ചും വ്യക്തമായിട്ട് പഠിക്കാം. എന്താണ് പ്രോബബിൾ കണ്ടീഷൻ, എന്താണ് ഇംപ്രോബബിൾ കണ്ടീഷൻ, അല്ലെങ്കിൽ എന്താണ് ഇംപോസിബിൾ കണ്ടീഷൻ. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോബബിൾ കണ്ടീഷനാണ്. പ്രോബബിൾ കണ്ടീഷൻ മീൻസ് ഒരു കണ്ടീഷൻ നടക്കാൻ സാധ്യതയുള്ള കാര്യം. നടക്കാൻ സാധ്യതയുള്ള കാര്യമാണ് പ്രോബബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഞാനൊരു മലയാളത്തിൽ സെൻറ്റൻസ് പറയാം. നീ പഠിച്ചാൽ നീ പാസ്സാവും. നീ പഠിച്ചാൽ പാസ്സാവും. സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. നീ പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് പാസ്സാവാൻ പറ്റും എന്നുള്ള കാര്യം അല്ലേ? ഓക്കെ, ഞാൻ ഇവിടെ ഈഫ് ക്ലോസ് മെയിൻ ക്ലോസ് ആയിട്ട് 2 ഭാഗം, 2 കോളംസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ. If clause is in simple present, present continuous or present perfect. If clause simple present ഓ, അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, ടെൻസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? നോക്കൂ, ഈഫ് ക്ലോസ്, അതായത് ഈഫ് ക്ലോസിൻ്റെ ഭാഗം ഈഫ് ക്ലോസ് സിമ്പിൾ പ്രസൻറ്റോ പ്രസൻറ്റ് കണ്ടിന്യൂസോ പ്രസൻറ്റ് പെർഫെക്റ്റോ ആണ് എന്നുണ്ടെങ്കിൽ, ഈഫ് ക്ലോസ് സിമ്പിൾ പ്രസൻറ്റോ പ്രസൻറ്റ് കണ്ടിന്യൂസോ പ്രസൻറ്റ് പെർഫെക്റ്റോ ആണ് എന്നുണ്ടെങ്കിൽ, മെയിൻ ക്ലോസിൽ നമ്മൾ സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വിൽ എന്നോ ഷോൾ എന്നോ ക്യാൻ എന്നോ മേ എന്നോ ഉപയോഗിക്കണം. പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ് ഫോം ഓഫ് ദ വെർബ്. ബെയർ ഇൻഫിനിറ്റീവ് ഫോം ഓഫ് ദ വെർബ് മീൻസ് V1 ഫോം വിത്തൗട്ട് എസ് ഇല്ലാത്ത V1 ഫോമിനാണ് നമ്മൾ ബെയർ ഇൻഫിനിറ്റീവ് ഫോം എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ഇവിടെ ഒരു എക്സാമ്പിൾ ആദ്യത്തെ ടെൻസ് വെച്ചും രണ്ടാമത്തെ ടെൻസ് വെച്ചിട്ടും മൂന്നാമത്തെ ടെൻസ് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇഫ് യു വർക്ക് ഹാർഡ്. ഇഫ് യു വർക്ക് ഹാർഡ്. ഇഫ് യു വർക്ക് ഹാർഡ്, ആ സെൻറ്റൻസ് ഏതാ ടെൻസ്? സിമ്പിൾ പ്രസൻറ്റ് ആണ് അല്ലേ? ഈഫ് എന്നുള്ള ഭാഗം മാറ്റിയിട്ടൊന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ യു വർക്ക് ഹാർഡ്, സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് എന്ന ഭാഗത്തേക്ക്, അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് V1. ഹാർഡ് എന്നുള്ളത് ഒബ്ജക്റ്റ് അല്ല, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമുക്ക് ഒബ്ജക്റ്റ് എല്ലാത്തിലും വരുന്നത് കൊണ്ട് തന്നെ
വേർബിൻ്റെ സ്ഥലം എത്തിയാൽ തന്നെ നമുക്ക് ടെൻസ് മനസ്സിലാവും അല്ലേ. ഇവിടെ നോക്കൂ, ഇഫ് യു വർക്ക് ഹാർഡ് you will pass. If you work hard, you will pass. Next one, if you are working hard, you will pass. Next one, if you have worked hard, you will pass. ഇതിൽ ആദ്യത്തെ സിമ്പിൾ പ്രസൻറ്റ് ആണ്, രണ്ടാമത്തെ പ്രസൻറ്റ് കണ്ടിന്യൂസും, മൂന്നാമത്തെ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉള്ള സെൻറ്റൻസ് ആണ് ഇഫ് ക്ലോസിലെ. മെയിൻ ക്ലോസിൽ നോക്കൂ, സബ്ജക്റ്റ് ആയിട്ടുള്ള യു എന്ന് കഴിഞ്ഞതിന് ശേഷം വിൽ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു, പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ് ഫോം ഓഫ് ദ വെർബ്, എസ് ഇല്ലാത്ത V1 ഫോം. എസ് ഇല്ലാത്ത V1 ഫോമാണ്. എസ് ഉള്ള V1 ഫോം ആയിരുന്നു പാസസ് എന്നല്ലേ പറയാം, ഇവിടെ പാസ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം എസ് ഇല്ലാത്ത V1 ഫോമാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയങ്ങളിലും വില്ല് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നാവുക. ബാക്കിയുള്ള ഭാഗങ്ങൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ വില്ല് വെച്ച് എഴുതി പഠിച്ചാൽ മതി. ഇനി അതുപോലെ തന്നെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇതേ നമ്മൾ പ്രോബബിൾ കണ്ടീഷനിന് എക്സാമ്പിൾസ് കുറച്ച് എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്താൽ, വി ഷോൾ ക്യാൻസൽ ദ മാച്ച്. നെക്സ്റ്റ് വൺ, ഇഫ് ഐ ഹാവ് ദ മണി, ഐ വിൽ ബൈ എ കാർ. ഇഫ് ഐ ഹാവ് ദ മണി, ആ സെൻറ്റൻസിന് പ്രത്യേക ശ്രദ്ധ വേണം. ഇഫ് ഐ ഹാവ് ദ മണി, ആ ഹാവ് എന്ന് കാണുന്നതോട് കൂടിയിട്ട് അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെന്നൊന്നും കരുതേണ്ട കാര്യമൊന്നുമില്ല. ഇഫ് ഐ ഹാവ് ദ മണി എന്നുള്ളത് സിമ്പിൾ പ്രസൻറ്റ് ആണെന്നുള്ള എല്ലാവർക്കും അറിയാം. കാരണം അവിടെ ഹാവ് എന്നുള്ളതിന് ശേഷം മറ്റൊരു വെർബ് വരുന്നില്ല. അപ്പം ഹാവ് എന്നുള്ള ഓക്സിലറി വെർബായിട്ട് നമ്മൾ പരിഗണിക്കുന്ന കാര്യം ഇവിടെ ഓക്സിലറി വെർബ് അല്ല, മറിച്ച് V1 ഫോമാണ്. ഞാൻ ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. സോ ഇഫ് ഐ ഹാവ് ദ മണി എന്നുള്ളത് സിമ്പിൾ പ്രസൻറ്റ് ആണ്. ഇഫ് ഐ ഹാവ് ദ മണി, I will buy a car. Okay, next one. If he works hard, he will succeed. Okay. If he works hard, he will succeed. Next one. If she studies well, she can score better mark. അടുത്ത സെൻറ്റൻസ് നോക്കി. She will be happy if you visit her. ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന മുമ്പ് കൊടുത്തിരിക്കുന്ന 4 എക്സാമ്പിളിലും ചെയ്തിരിക്കുന്നത് ഈഫ് ക്ലോസ് ആണ് ആദ്യം കൊടുത്തത്, പിന്നീട് മെയിൻ ക്ലോസ് കൊടുത്തു. അപ്പം ഈഫ് ക്ലോസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോമ ഇടുന്നു, എന്നിട്ട് മെയിൻ ക്ലോസ് എഴുതുന്നു, അവസാനം ഫുൾ സ്റ്റോപ്പ് എഴുതുന്നു. ഇനി അവസാനത്തെ എക്സാമ്പിളിൽ ഷീ വിൽ ബി ഹാപ്പി ഇഫ് യു വിസിറ്റ് ഹെർ എന്നുള്ള സെൻറ്റൻസിൽ ആദ്യം മെയിൻ ക്ലോസ് ആണ് എഴുതിയിരിക്കുന്നത് അല്ലേ. ആദ്യം മെയിൻ ക്ലോസ് എഴുതി പിന്നീടാണ് ഈഫ് ക്ലോസ് ചെയ്തത്. അപ്പോൾ അതിനിടയിൽ കോമ ഇടണം എന്നില്ല. അപ്പം തിരിച്ചും നമുക്ക് എഴുതാം. അതായത് ഇവിടെ നോട്ട് പറഞ്ഞ പോലെ നോക്കൂ, നോട്ട് മെയിൻ ക്ലോസ് ക്യാൻ ബി യൂസ്ഡ് ബിഫോർ ഓർ ആഫ്റ്റർ ഈഫ് ക്ലോസ്. മെയിൻ ക്ലോസ് ഈഫ് ക്ലോസിന് മുമ്പോ, ഈഫ് ക്ലോസിന് ശേഷമോ ഉപയോഗിക്കാം. ഇവിടെ മെയിൻ ക്ലോസ് ഈഫ് ക്ലോസിന് മുമ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാം. അപ്പം പ്രോബബിൾ കണ്ടീഷൻ എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് കരുതുന്നു. നടക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് ഇംപ്രോബബിൾ കണ്ടീഷനാണ്, നടക്കാൻ സാധ്യതയില്ലാത്തതാണ് ഇംപ്രോബബിൾ കണ്ടീഷൻ. ഇതും നമുക്ക് ഈ ടെൻസ് അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത്. വളരെ എളുപ്പമാണ്. ആദ്യത്തെ പ്രോബബിൾ കണ്ടീഷൻ പഠിച്ച കുട്ടികൾക്ക് ഇനിയുള്ള കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. നോക്കാം നമുക്ക്. ഇംപ്രോബബിൾ കണ്ടീഷനിൽ നമുക്ക് ആ സെൻറ്റൻസ് ഇംപ്രോബബിൾ കണ്ടീഷൻ ആണോ എന്നുള്ളത് മനസ്സിലാവുന്നത് എങ്ങനെയാണ്? തന്നിരിക്കുന്ന ഈഫ് ക്ലോസ് നോക്കാം. ഈഫ് ക്ലോസ് ഈസ് ഇൻ സിമ്പിൾ പാസ്റ്റ് ഓർ പാസ്റ്റ് കണ്ടിന്യൂസ്. ഈഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റോ പാസ്റ്റ് കണ്ടിന്യൂസോ ആണ് എന്നുണ്ടെങ്കിൽ, ഈഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആണോ അല്ലെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസോ ആണ് എന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസിൽ നമ്മൾ വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ് ഫോം ഓഫ് ദ വേർബാണ് ഉപയോഗിക്കുന്നത്. നോക്കൂ, നമ്മൾ പ്രോബബിൾ കണ്ടീഷനിൽ വിൽ ഓർ ഷോൾ ഓർ ക്യാൻ ഓർ മേ എന്നാണ് ഉപയോഗിച്ചത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ് ഫോം ഓഫ് ദ വേർബ്. ബെയർ ഇൻഫിനിറ്റീവ് ഫോം ഓഫ് ദ വേർബ് തന്നെയാണ് ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാം. പക്ഷേ പ്രോബബിൾ കണ്ടീഷനിൽ വിൽ ഓർ ഷോൾ ഓർ ക്യാൻ ഓർ മേ ഉപയോഗിച്ച സ്ഥലത്ത് ഇവിടെ വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഈഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റോ പാസ്റ്റ് കണ്ടിന്യൂസോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ക്ലോസിൽ സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ് ഫോം ഓഫ് ദ വേർബ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ
എക്സാമ്പിൾസ് നോക്കാം. ഇഫ് യു വർക്ക്ഡ് ഹാർഡ്, ഇഫ് യു വർക്ക്ഡ് ഹാർഡ് യു വുഡ് പാസ് അല്ലേ. ഇഫ് യു വർക്ക്ഡ് ഹാർഡ് എന്നുള്ളത് നമ്പർ 5 ആണ്, അതായത് സിമ്പിൾ പാസ്റ്റുള്ള സെൻറ്റൻസ് ആണ്. സോ വി ഹാവ് ടു യൂസ് യു വുഡ് പാസ്. നെക്സ്റ്റ് വൺ, ഇഫ് യു ആർ വർക്കിംഗ് ഹാർഡ്, ഇഫ് യു ആർ വർക്കിംഗ് ഹാർഡ് you would pass. If you are if you were working hard, not you are working hard, if you were working hard you would pass. ക്ലിയർ ആയെന്ന് കരുതുന്നു. കുറച്ച് എക്സാമ്പിൾ നമ്മൾ നേരത്തെ കൊടുത്തതിൻ്റെ തന്നെ ഇംപ്രോബബിൾ കണ്ടീഷൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ഇഫ് ഇറ്റ് റെയിൻഡ് we should cancel the match. If I had the money I would buy a car. If I had the money, I would buy a car. If he worked hard, he would succeed. If he worked hard, he would succeed. If she studied well, she could score better mark. If she studied well, she could score better mark. Next one, she would be happy if you visit her. She would be happy if you visit her. ഇനി നമുക്ക് മൂന്നാമത്തെ കാറ്റഗറി നോക്കാം, ഇമ്പോസിബിൾ കണ്ടീഷൻ. നോക്കൂ, ഇമ്പോസിബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കണ്ടീഷനാണ് ഇമ്പോസിബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. പ്രോബബിൾ നടക്കാൻ സാധ്യതയുള്ളത്, ഇംപ്രോബബിൾ കണ്ടീഷൻ നടക്കാൻ സാധ്യതയില്ലാത്തത്, ഇമ്പോസിബിൾ കണ്ടീഷൻ ഒരിക്കലും നടക്കാത്ത കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇമ്പോസിബിൾ കണ്ടീഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇമ്പോസിബിൾ കണ്ടീഷൻസ് നമ്മൾ ശ്രദ്ധിക്കുക. ഇഫ് ക്ലോസ് ഈസ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ ഇമ്പോസിബിൾ കണ്ടീഷനിൽ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇഫ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസിൽ നമ്മൾ സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വുഡ് ഓ ഷുഡ് ഓ കുഡ് ഓ മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വേർബ് ആണ് ഉപയോഗിക്കുന്നത്. നോക്കൂ, നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഇഫ് ക്ലോസ് എന്നുണ്ടെങ്കിൽ വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വേർബ് ആണ് ഉപയോഗിക്കുക. ഇവിടെ നോക്കും, ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാർഡ് യു വുഡ് ഹാവ് പാസ്ഡ് എന്നാണ് വേണ്ടത്. ഇവിടെ യു വുഡ് പാസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോറി, ഇത് ചെറിയ മിസ്റ്റേക്ക് വന്ന് പോയതാണ്. യു വുഡ് ഹാവ് പാസ്ഡ് എന്ന് വേണം കൊടുക്കാൻ. യു വുഡ് ഹാവ് പാസ്ഡ് എന്ന് വേണം കൊടുക്കാൻ. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ് വി ഷുഡ് ഹാവ് ക്യാൻസൽഡ് ദ മാച്ച്. ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ് വി ഷുഡ് ഹാവ് ക്യാൻസൽഡ് ദ മാച്ച്. അടുത്തത്, ഇഫ് ഐ ഹാഡ് ദ മണി I would have bought a car. If I had the money. ഇവിടെ ഹാഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇവിടെ ആദ്യത്തെ ഹാഡ് എന്നുള്ളത് ഓക്സിലറി വേർബും രണ്ടാമത്തെ ഹാഡ് എന്നുള്ളത് V3 ഫോം ഓഫ് ദ വേർബാണ്. ഇഫ് ഐ ഹാഡ് ദ മണി I would have bought a car. Next one, if he had worked hard he would have succeeded. Okay, next one, if she had studied well she could have scored better mark. Next one, she would have been happy if you had visited her. She would have been happy if you had visited her. നോക്കൂ, 3 കണ്ടീഷൻ ക്ലോസുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അവസാനത്തെ കണ്ടീഷൻ ക്ലോസിൽ ഞാൻ ടൈപ്പ് ചെയ്തെടുത്ത ചെറിയ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു. ആ കാര്യം കൃത്യമായിട്ട് ഓർക്കണം. ഇഫ് ക്ലോസ് ഈസ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ് വി വിൽ യൂസ് വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈ പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വേർബ്. അതിൻ്റെ എക്സാമ്പിൾ കൊടുത്ത ഇടത്താണ്. ഒന്നുകൂടെ ഭാഗം ശ്രദ്ധിച്ച് നോക്കി. ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാർഡ് യു വുഡ് ഹാവ് പാസ്ഡ് എന്നാണ് വേണ്ടത്. യു വുഡ് ഹാവ് പാസ്ഡ് എന്നാക്കി അത് മാറ്റണം. തെറ്റ് വരുത്തരുത്. വെറുതെ നോക്കിയിട്ട് അത് ചെയ്യരുത്. പറയുന്നത് കൃത്യമായിട്ട് കേട്ട് തന്നെ ചെയ്യാം. യു വുഡ് ഹാവ് പാസ്ഡ്.
ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. കൃത്യമായിട്ടത് മനസ്സിലായി എന്ന് കരുതുന്നു. 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് എന്തായാലും നമുക്ക് ഈ ക്ലോസിൻ്റെ ക്വസ്റ്റ്യൻസ് വരും. കോൺവെർസേഷൻ ഫില്ലിങ്ങിലാണ് അത് വരുന്നത്. അത് നമുക്ക് എക്സാമ്പിളുകൾ, അത്തരത്തിലുള്ള എക്സാമ്പിളുകൾ കുറച്ചുകൂടെ ചെയ്യേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ അതിൻ്റെ ബേസ് ആയിട്ട് ഇങ്ങനെ പഠിച്ച് പോവുക ചെയ്യുന്നത്. ഇനി എല്ലാം പരീക്ഷയ്ക്ക് എങ്ങനെ വരുന്നു എന്നുള്ള രൂപത്തിലൂടെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാവും. എല്ലാ ആളുകൾക്കും നല്ല ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.